നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പേര് എന്ന് പറയുന്നത് ജെഫ്രി എപ്സ്റ്റീൻ എന്നുള്ള പേരാണ്. ഇയാൾക്കൊരു വിശേഷണമുണ്ട്, ബാലപീഡകൻ. ഇയാളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇയാൾ ഒരു മൊസാദ് ഏജന്റ് ആണ് എന്നുള്ളതാണ്. ഇസ്രായേൽ അത് നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം ഇയാൾ ഇസ്രായേലിൽ പരിശീലനം കിട്ടിയ മൊസാദ് ഏജന്റ് ആണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതുപോലെ ഒരുപാട് ലോക നേതാക്കന്മാരുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. ബന്ധം പുറത്തു പറയാൻ കൊള്ളുന്നതല്ല. അതും ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഒരു പ്രത്യേകതയാണ്. മറ്റ് ആളുകളുടെ കാര്യത്തിലേക്ക് നമുക്ക് തൽക്കാലം പോകണ്ട. ഇന്ത്യയിൽ നിന്ന് തന്നെ ചില ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ഇയാളുടെ ബന്ധം വെളിപ്പെടുത്തുന്ന ചില വാർത്തകൾ പുറത്തു വന്നു. ഒന്ന് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരാളുമായി ബന്ധപ്പെട്ടു എന്ന ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരം, അനിൽ അംബാനിക്ക് നീളം കൂടിയ ഒരു CD സുന്ദരിയെ അറേഞ്ച് ചെയ്യട്ടെ എന്ന് എപ്സ്റ്റീൻ ചോദിക്കുന്നു. അംബാനി അതിന് മറുപടി ഓക്കെ എന്ന് മറുപടി കൊടുക്കുന്നു എന്ന തരത്തിലുള്ളതാണ്. മോദിയുമായി ബന്ധപ്പെട്ട് മോദി ഇസ്രായേലിൽ പോയത് ട്രംപിന് വേണ്ടിയാണ്, ട്രംപിനെ സഹായിക്കാനാണ് എന്നത് ഒരു പരാമർശം, അങ്ങനെ ഒരു മെയിലാണ് ഇവിടെ എപ്സ്റ്റീന്റെ ഭാഗത്ത് നിന്ന് അയച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട, അതായത് ഇയാളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബാലപീഡകൻ എന്നുള്ള ഒരു വിശേഷണമുണ്ട്, മൊസാദിന്റെ ചാരൻ എന്നുള്ള ഒരു വിശേഷണമുണ്ട്. ഒരുപാട് ലോക നേതാക്കന്മാരെ, രാഷ്ട്ര തലവന്മാരെ ചതിയിലൂടെ പെണ്ണുകൊടുത്ത് അവരെ ഇയാളുടെ വരുതിയിലേക്ക് കൊണ്ടുവന്ന് അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു രീതി, അതിനുവേണ്ടിയാണ് ഇയാൾ ഇതൊക്കെ ചെയ്തത്. അത് ഇസ്രായേലിന്റെ ഒരു തന്ത്രമാണ്, മൊസാദിന്റെ തന്ത്രമാണ് എന്നതുകൊണ്ടാണ് ഇവിടെ മൊസാദിന്റെ ചാരനാണ് ഇയാൾ എന്ന രീതിയിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ, ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന രീതിയിലുള്ള വിശേഷണങ്ങൾ ഇയാൾക്ക് കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നത് ഇയാൾ കടുത്ത ഇസ്ലാം വിരോധി കൂടെയാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില ചിത്രങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. അതായത് കഅബ മൂടുന്ന കിസ്വ എന്ന് പറയുന്ന തുണി, ആ തുണിയുടെ പുതിയത് മൂടുന്ന സമയത്ത് പഴയത് പലപ്പോഴും രാഷ്ട്ര തലവന്മാർക്കാണ് അത് സമ്മാനിക്കാറുള്ളത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾക്കാണ്. വളരെ ആദരപൂർവ്വം അത് കിട്ടുന്ന ആളുകൾ അത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ഒരിക്കലും വൃത്തിയില്ലാത്ത സ്ഥലത്ത് അത് ഇടാറില്ല. അതിനെ മോശമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും അത് കിട്ടുന്ന ആളുകൾ ചെയ്യാറില്ല. അതേസമയം ഇവിടെ എപ്സ്റ്റീന്റെ കയ്യിൽ അത് എങ്ങനെ എത്തി എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ എപ്സ്റ്റീൻ അത് കിട്ടിയപ്പോൾ അത് കാർപ്പറ്റായി ഉപയോഗിക്കുകയാണ്. അതിലൂടെ ചവിട്ടി നടക്കുന്ന ഒരു പരുവത്തിൽ അത് തറയിൽ വിരിച്ചിരിക്കുകയാണ്. ആ ചിത്രമാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്വർണ്ണ നൂലുകൾ കൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഒരു ചിത്രമാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. കടുത്ത ഇസ്ലാം വിരോധി എന്ന രീതിയിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മോദിയുമായി ബന്ധപ്പെട്ട് മോദി എങ്ങനെ ഇയാളുമായി കൂട്ടുകൂടി, എങ്ങനെയാണ് ആ ബന്ധം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ഇനി ഞാൻ കൂടുതൽ വിശേഷിപ്പിക്കേണ്ടതില്ല. മോദി എങ്ങനെയാണ് നേതാവായത്, എങ്ങനെയാണ് കയറി വന്നത് എന്ന കാര്യമൊക്കെ നമുക്കറിയാം. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്. അതോടൊപ്പം തന്നെ മോദിയെ നേതാവാക്കിയത് അമേരിക്കയാണ്, ആവശ്യമായ പരിശീലനം കൊടുത്തത് അമേരിക്കയാണ് എന്ന ചില വിവരങ്ങളും ചില മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നു. RSSനെ സംബന്ധിച്ചിടത്തോളം RSS മൊസാദിന്റെ സഹായം തേടി ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു സംഘടനയാണ് എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. അതും അവിടെ നിൽക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തിന്റെ മുസ്ലിം സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വല്ലാതെ സ്നേഹിച്ച് ഒന്നുകിൽ നക്കിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തി. ബാബരി മസ്ജിദിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ബാബരി മസ്ജിദ് ഇല്ല, ബാബരി മസ്ജിദ് 1992 ഡിസംബർ 6 അത് പൊളിച്ചു കളഞ്ഞു. അവിടെ ഇപ്പോൾ രാമക്ഷേത്രമാണ് നിലകൊള്ളുന്നത്. എന്തായാലും ഇവിടെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ബാബരി മസ്ജിദിന് വേറെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ബാബരി മസ്ജിദ് പണിയണമെന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് പറയുന്നത്, അങ്ങനെ ഒരു പള്ളി അവിടെ പണിയും എന്ന് ആരും വിചാരിക്കണ്ട, അതൊരിക്കലും നടക്കില്ല, അത് നടക്കാത്ത കാര്യമാണ്, ഒരിക്കലും ബാബരി മസ്ജിദിന്റെ പുനർനിർമ്മാണം ഉണ്ടാകില്ല എന്ന് യോഗി ആദിത്യനാഥ് കോടതിയെ പോലും വെല്ലുവിളിച്ച് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മുസ്ലിം സ്നേഹം, ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക്, മതേതര ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഇവിടെ ജീവിക്കുന്ന ഒരു വിഭാഗത്തോടുള്ള അദ്ദേഹത്തിന്റെ ആ സ്നേഹം നമുക്ക് വ്യക്തമായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അസം മുഖ്യമന്ത്രി, അദ്ദേഹം ഈ കഴിഞ്ഞ സമയങ്ങളിലായിട്ട്, ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ കഴിഞ്ഞ സമയങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്, മദ്രസകൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്, പള്ളികൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്. ഇവർ രണ്ടുപേരും പരസ്പരം മത്സരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു മോദിയുമായി ബന്ധപ്പെട്ട്
മോദി ഉയർന്നു വന്നത് എങ്ങനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പിന്നീട് പ്രധാനമന്ത്രിയും ഒക്കെ ആയത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കഴിഞ്ഞ സമയങ്ങളിൽ പുറത്തു വന്നതാണ്. അത് പിന്നീട് വലിയ വിവാദമായി. എന്തായാലും ആ വിവാദം ഉണ്ടായതിന്റെ ഭാഗമായി ആളുകൾ എന്താണ് സംഭവിച്ചത്, എന്താണ് ഗുജറാത്ത് കലാപം എന്നൊക്കെ അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ തയ്യാറായി. ഞാനിവിടെ പറഞ്ഞു വന്നത് ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. അയാളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഈ ജെഫ്രി എപ്സ്റ്റീന്റെ പേര് കേൾക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളൊക്കെ കേട്ട പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില പേരുകൾ. അതായത് യോഗി ആദിത്യനാഥ്, അതുപോലെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന അസം മുഖ്യമന്ത്രി. ഈ എപ്സ്റ്റീൻ ഒരു ഫോട്ടോ പ്രചരിപ്പിച്ചു, അക്കാര്യം സത്യമാണ്. പരിശുദ്ധ ഖുർആനൊക്കെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് എഴുതി പിടിപ്പിച്ച കാഴ്ബ മൂടുന്ന കിസ്വ എന്ന് പറയുന്ന ആ തുണി അയാൾ കാർപ്പറ്റായി ഉപയോഗിച്ചു. അതിലപ്പുറം അയാൾ ഇത്തരത്തിലുള്ള വാക്കുകൾ എവിടെയും ഉപയോഗിച്ചതായിട്ട് നമുക്കറിയില്ല. എന്തായാലും അയാൾക്ക് ആ ഇസ്ലാം വിരോധം ഉണ്ടാകാം, അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അയാളെക്കാൾ കാര്യമായ രീതിയിൽ തന്നെ ഇവിടെ അത്തരത്തിലുള്ള വിരോധം പറയുന്ന ആളുകളാണ് ഈ BJP-ക്കാരായിട്ടുള്ള ആളുകൾ. നരേന്ദ്രമോദി ഇലക്ഷൻ സമയത്തൊക്കെ എന്താണ് പറഞ്ഞത് എന്ന കാര്യം നമുക്കറിയാം. എന്തായാലും എനിക്ക് പറയാനുള്ളത്, മോദിയുടെ പേര് എപ്സ്റ്റീന്റെ ഫയലിൽ വന്നതുമായി ബന്ധപ്പെട്ട് വിവാദത്തിന്റെ ആവശ്യമില്ല. അതിൽ അതൊരു വലിയ സംഭവമാണ്, അത് അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമല്ല. കാരണം ചേരേണ്ടതേ ചേരൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് അയാളുമായി ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ആളുകൾ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഇവിടെ യോഗി ആദിത്യനാഥും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഒക്കെയാണ്. ആ വിഷയം കൂടുതൽ ചർച്ചയാക്കേണ്ടതില്ല, അത് ചർച്ച ചെയ്യേണ്ടതില്ല, അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. നമ്മുടെ MP ഇവിടെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് നരേന്ദ്ര സറണ്ടർ മോദി എന്നാണ്. സംഭവം ഇവിടെ അമേരിക്കയുമായി കരാറുണ്ടാക്കി ട്രംപിന് മുന്നിൽ മോദി സറണ്ടറായി. അതൊക്കെ ഈ ജെഫ്രി എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് മോദിയുടെ പേര് പുറത്തു വന്നത് കൊണ്ടാണ് എന്നാണ് ബ്രിട്ടാസ് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ മോദിയും അതുപോലെ തന്നെ എപ്സ്റ്റീനും അല്ലെങ്കിൽ ട്രംപും ഒക്കെ അവരൊക്കെ ചേരും. അല്ലെങ്കിൽ തന്നെ മോദിയെ ഞാൻ പറഞ്ഞല്ലോ നേതാവാക്കിയത് അമേരിക്കയാണ്, നേതാവാകാൻ ആവശ്യമായ പരിശീലനം കൊടുത്തത് അമേരിക്കയാണ്. ഇവിടെ അത്തരത്തിലുള്ള ആളുകൾ തമ്മിലേ ചേരൂ. അവർ തമ്മിൽ ചേരുന്നത് വാർത്തയാക്കേണ്ടതില്ല, അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല, അത് വിവാദമാക്കേണ്ടതില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം.